ആകാശം ഒളിഞ്ഞു വീഴുന്നു, സൂര്യനും ചന്ദ്രനൊക്കെ തകർന്നടയുന്നു, കടൽ കത്തുന്നു. അങ്ങനെ ഖിയാമത്ത് വന്നു, ഇനി ഇതിൻ്റെ വരുമാനമെടുക്കാൻ ഫലം കഴിക്കാൻ ഈ ഭൂമുഖത്ത് ഞാൻ ഉണ്ടാവൂല എന്ന് കരുതി ഉപേക്ഷിക്കരുത്. ആ നിർണായക ഘട്ടത്തിലും നിങ്ങളത് കുഴിച്ചിടണം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വഅൻസല ലക്കും മിനസ് സമാഇ മാഅ ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ മാ കാന ലക്കും അൻ തുബിതു ശജറഹ. നിങ്ങൾക്ക് വാനലോകത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നു, മഴ നൽകി. ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ, മനോഹരമായ തോട്ടങ്ങൾ മുളപ്പിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയുള്ള സുന്ദരമായ തോട്ടങ്ങൾ ഈ വെള്ളം അല്ലാഹു നൽകിയത് കൊണ്ടാണ്. മാ കാനലക്കും അന്തുംബിത്തു ശറഹ, അതിൻ്റെ വൃക്ഷങ്ങളൊക്കെ മരങ്ങളൊക്കെ ആ തോട്ടത്തിലെ മരങ്ങളൊക്കെ മുളപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. ആവശ്യമായ അളവിൽ പടച്ചുറപ്പ് വെള്ളം നൽകിയപ്പോൾ അതിമനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണും കരളും ആനന്ദിപ്പിക്കുന്ന തോട്ടങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മാമിൻ മുസ്ലിമിൻ യഗ്റുസു ഖർസൻ ഔ യസ്റഉ ദറൻ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഏതൊരു മുസ്ലിമും അവൻ മരം വെച്ച് പിടിപ്പിക്കുകയോ കൃഷി ചെയ്യുകയോ ചെയ്യുന്നു, അതിൽ നിന്ന് പക്ഷിയോ മനുഷ്യനോ മൃഗങ്ങളോ ആഹരിക്കുന്നു, അതൊക്കെയും അവന് പുണ്യമാണ്, സദഖയാണ്. നാം ഒരു മാവ് വെച്ച് പിടിച്ചു, അതിൽ മാങ്ങയുണ്ടായി, അത് പഴുത്തു, അത് നിലത്ത് വീണാൽ ഉറുമ്പ് തിന്നും, അണ്ണാൻ തിന്നും, കാക്ക കുത്തും, കത്ത കുത്തും. അതേ പ്രകാരം തന്നെ അതിൻ്റെ മുകളിൽ കയറി മനുഷ്യനത് ഒളിച്ച് തിന്നും, മോഷ്ടാക്കൾ എടുക്കും. ഇങ്ങനെ ആര് കഴിച്ചാലും അത് കുഴിച്ചിട്ട അതിൻ്റെ നിർമ്മാതാവിന് അതൊരു പുണ്യമുള്ള കർമ്മമായിട്ട് പരിഗണിക്കുന്നതാണ്. അത്രമേൽ ഇസ്ലാം മരം വെച്ച് പിടിപ്പിക്കുന്നതിനെയും കൃഷി ചെയ്യുന്നതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇൻ ഖാമത്തി സാ വഫി യദി അഹദികും ഫസീല ഫഇൻ ഇസ്തതാ അൻ തഖൂമ ഹത്താ യുർസ ഫൽയുർസഹ. ഖിയാമത്ത് നാളിന്റെ ആരവം വന്നു, ആകാശം ഒളിഞ്ഞു വീഴുന്നു, സൂര്യനും ചന്ദ്രനൊക്കെ തകർന്നടയുന്നു, കടൽ കത്തുന്നു. അങ്ങനെ ഖിയാമത്ത് നാളിന്റെ ആരവം മുഴങ്ങിയാൽ നിങ്ങളുടെ കൈകളിൽ ഒരു കമ്പ് കുഴിച്ചിടാൻ വേണ്ടി, ഒരു ചെടിയുടെ കമ്പ്, ഒരു കൊമ്പ് കുഴിച്ചിടാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ ഖിയാമത്ത് നാളിലെ ബഹളം കേൾക്കുന്നത്. എന്നാൽ അത് കുഴിച്ചിടാനുള്ള സാവകാശം കിട്ടുമെങ്കിൽ ആ സമയത്തും അത് കുഴിച്ചിടണം. ഖിയാമത്ത് നാൾ വന്നു, ഇനി ഇതിൻ്റെ വരുമാനമെടുക്കാൻ ഫലം കഴിക്കാൻ ഈ ഭൂമുഖത്ത് ഞാൻ ഉണ്ടാവൂല എന്ന് കരുതി ഉപേക്ഷിക്കരുത്. ആ നിർണായക ഘട്ടത്തിലും നിങ്ങളത് കുഴിച്ചിടണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ വിത്തിറക്കുന്നതും കൃഷി ചെയ്യുന്നതുമൊക്കെ അത്രമേൽ പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രധാനമാണല്ലോ മരം വെച്ച് പിടിക്കൽ. ആ മരം വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ തണല്, ഫലം, അതേ പ്രകാരം തന്നെ ചൂട് കുറക്കും, പരിസ്ഥിതി സന്തുലിതാവസ്ഥ, പൊല്യൂഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും, പരിസ്ഥിതി മലിനീകരണം പ്രതിരോധിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുക, വിത്തിറക്കുക, മരം വെച്ച് പിടിപ്പിക്കുക, ഇതൊക്കെ വളരെ പുണ്യകർമ്മമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. അതിലൂടെ പുണ്യം നേടാനും സ്വർഗം നേടാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.